നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠഭാഗം ഭക്ഷണവും മനുഷ്യരും ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ SSCRT പഠനം ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഈ ചാനൽ ഉപയോഗപ്രദമാവുമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ തുടങ്ങാം. അപ്പോൾ ഇതിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്ന പോയിന്റ് ലോക ഭക്ഷ്യദിനം. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമാണ്. ഒക്ടോപ്പസിനൊക്കെ നമ്മൾ കഴിക്കില്ലേ? ഇപ്പോൾ ഒക്ടോപ്പസിന് 10-16 കാലൊക്കെ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ശരിക്കും അത്ര ഇല്ല, എന്നാലും അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് എങ്ങനെയാണ് മനുഷ്യർ ജീവിച്ചത്? ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ ഇവയെല്ലാം ഭക്ഷിച്ചുകൊണ്ടാണ് ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ വേട്ടയാടുന്നതും മൃഗങ്ങളെ പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടെക്സ്റ്റ് ബുക്ക് അല്ല കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ആവശ്യമുള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നും വരാനില്ല. അപ്പോൾ ഇതിൽ അടുത്ത പോയിന്റ് പറയുന്നത് വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ കായ്കനികളും വേരുകൾ, കിഴങ്ങുകൾ, മൃഗങ്ങളെയൊക്കെയാണ് അവർ ഭക്ഷിച്ചിരുന്നത് ആദ്യകാലങ്ങളിൽ. പിന്നീടാണ് തീയുടെ ഉപയോഗവും ഉൽപ്പാദനവും ഒക്കെ വരുന്നത്. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഒരിഞ്ഞ് പാറയിൽ ഒരിഞ്ഞിട്ട് തീ ഉണ്ടാവുന്നു. അപ്പോൾ മനുഷ്യരത് കണ്ടു, അവരത് പ്രയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ തീ അവരുടെ വരുതിയിൽ കൊണ്ടുവന്നു. അങ്ങനെ കാട്ടുതീയിൽ നിന്നായിരിക്കണം അവരാദ്യമായിട്ട് മൃഗങ്ങളെയൊക്കെ ചുട്ടു തിന്ന് മൃഗങ്ങളുടെ ആ ഒരു വെന്ത രുചിയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ആദ്യം ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ വേവിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദ്യ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? അതായത് ആൾക്കാർ അധികമായിട്ടുണ്ടാകാൻ തുടങ്ങി, ജനസംഖ്യ വർദ്ധിച്ചു. അപ്പോൾ അവർക്ക് എന്ത് പറ്റി? ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവുണ്ടായി, അവരുടെ പരിസ്ഥിതി ചുറ്റുപാടിലുണ്ടായ മാറ്റം, ഇതൊക്കെ കൊണ്ട് ഭക്ഷണം സമ്പാദിക്കാനായിട്ട് തുടങ്ങി. പിന്നെ പറയുന്നത് ഭക്ഷ്യോൽപാദനത്തിനെ കുറിച്ചാണ്. അങ്ങനെ കാലക്രമേണ അവർ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി, സസ്യങ്ങളെ വളർത്താൻ തുടങ്ങി, പരിപാലിക്കാൻ തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായിട്ട് അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആരെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആട്, ചെമ്മരി ആട് തുടങ്ങിയ മൃഗങ്ങളെയാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. അപ്പോൾ നായ എന്നും അങ്ങനെയാണല്ലേ, നമുക്കറിയാലോ. അപ്പോൾ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരുന്ന ഒരു മൃഗമാണ്. അപ്പോൾ വേട്ടയാടാനും കാവലിനും ഒക്കെ ആയിട്ട് നായയാണ് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. പിന്നെ കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളും ഭക്ഷണത്തിന് മറ്റാവശ്യങ്ങൾക്കായി ഇണക്കി വളർത്താൻ തുടങ്ങി. മറ്റു മൃഗങ്ങളെയൊക്കെ ഭക്ഷിച്ചിട്ട് അവരങ്ങനെ ജീവിക്കാൻ തുടങ്ങി. പിന്നെ അവർ കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. അപ്പം കൃഷിക്കാവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമാക്കിയിരുന്ന നദീതടങ്ങളിലാണ്. നമുക്കറിയാം ആദ്യ മനുഷ്യർ നമ്മുടെ സംസ്കാരങ്ങളൊക്കെ നദീതടങ്ങളിലാണല്ലേ ഉത്ഭവിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇതോടെ ഭക്ഷണം അലഞ്ഞു തിരിഞ്ഞ മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് സ്ഥിരവാസം ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ നേട്ടം അവർക്കുണ്ടായത്? കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. അവർ സ്വന്തമായിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയം കിട്ടി. അപ്പോൾ ഇതുകൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇനി അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ലോക ഭക്ഷ്യദിനം എന്നായിരുന്നു? ഒക്ടോബർ 16. പിന്നെ കാട്ടുതീയുടെ കണ്ടുപിടുത്തം, അവർ വേട്ടയാടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വരെ എത്തി. പിന്നെ ഇതിനിടയിൽ പറഞ്ഞത് ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങു വർഗ്ഗങ്ങൾ, ഇതൊക്കെയായിരുന്നു അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പോയിൻ്റൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ അവർ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിട്ടുണ്ടായത്. എന്നാൽ ഈ കൃഷിയൊക്കെ വ്യാപിച്ചതോടുകൂടി ആൾക്കാർ കൂടി, കൃഷി കൂടി. അപ്പോൾ അവരെന്ത് ചെയ്തു? ആവശ്യത്തിലധികം ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ദൈനംദിന ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി വരുന്നവ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങൾ അതെവിടെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ളതൊക്കെ അവർ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് മൺപാത്രങ്ങൾ, മൃഗത്തോല് കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ,
ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകളൊക്കെയാണ് അവർ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ ഒരു കോളത്തിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കമ്പ്, കല്ല്, കൊമ്പ് എന്നിവയാണ്. മൃഗങ്ങളുടെ കൊമ്പും മരക്കൊമ്പുകൾ, കമ്പ്, കല്ല് ഇതൊക്കെ ആയിരുന്നു അവർ കാർഷിക ഉപകരണങ്ങളാക്കിയിട്ട് മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, കളിമൺ മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതിനെ കുറിച്ചാണ്. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർക്ക് മനസ്സിലായി. അപ്പോൾ അവർ കളിമണ്ണ് കുഴച്ചിട്ട് കൈകൾ കൊണ്ട് കുഴക്കുന്നു, മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ അവരുണ്ടാക്കാൻ തുടങ്ങി. ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് മൺപാത്രം ഉപയോഗിച്ചു. പിന്നെ അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ചക്രം കണ്ടുപിടിച്ചത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിട്ട് നമ്മൾ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ്. മൺപാത്ര നിർമ്മാണം വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കാൻ തുടങ്ങി. ധാന്യപ്പുരകൾ വളരെ പ്രധാനപ്പെട്ടതാട്ടോ. ധാന്യപ്പുരകൾ നിർമ്മിച്ചു. അപ്പം നമ്മൾ നമ്മുടെ ഹാരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരമൊക്കെ പഠിക്കുന്ന സമയത്ത് ധാന്യപ്പുരകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ധാന്യപ്പുര പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്ന സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നത് എന്താണ്? ധാന്യപ്പുരയാണ് അല്ലേ. അപ്പോൾ ഇഷ്ടിക കൊണ്ടുള്ള ധാന്യപ്പുര. അപ്പോൾ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ധാന്യപ്പുര ഏത് നദീതട കാലത്താണ്? സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ സമയത്ത് ധാന്യപ്പുരകൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നെ പറയുന്ന പോയിന്റ്, അവർ ഭക്ഷ്യവസ്തുക്കൾ ആവശ്യത്തിൽ കൂടുതലായിട്ട് ഉണ്ടായി തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ ഒരു സ്ഥലത്തുള്ളതും മറ്റു സ്ഥലത്തില്ലാത്തതുമായിട്ടുള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ കടൽ തീരത്ത് താമസിച്ചിരുന്നവർ ഉണക്ക മത്സ്യങ്ങൾ മറ്റു പ്രദേശത്തുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം എന്ത് വാങ്ങി? അവരുടെ കയ്യിലുള്ള ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും ഒക്കെ തിരിച്ചു സ്വീകരിച്ചു. അപ്പോൾ വനപ്രദേശത്തിലുള്ളവരോ ബാക്കിയുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറാൻ തുടങ്ങി. അങ്ങനെ ഒരു ബാർട്ടർ സമ്പ്രദായം, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ബാർട്ടർ സമ്പ്രദായം തുടങ്ങി. സമതല പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ട രീതിയാണ് ഉണ്ടായത്. ഈ കൈമാറ്റ രീതിക്ക് എന്താ പറയുക? ബാർട്ടർ സമ്പ്രദായം എന്നാണ് പറയുന്നത്. എന്താണ് ബാർട്ടർ സമ്പ്രദായം? അപ്പോൾ ഇത്തരത്തിലുള്ള ബാർട്ടർ സമ്പ്രദായം സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അങ്ങനെ കച്ചവടം ആരംഭിച്ചിട്ട് ചന്തകൾ രൂപം കൊണ്ടു. ഈ ചന്തകൾ കച്ചവട കേന്ദ്രങ്ങളായി മാറി. പിന്നെ സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനൊക്കെ ആൾക്കാർ അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ അത് വലിയ നഗരങ്ങളായിട്ട് മാറി. ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം മാർഗങ്ങളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇത്രയേരം ചർച്ച ചെയ്തത്. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം, അതാണ് അടുത്തതായിട്ട് വരുന്നൊരു ടോപ്പിക്ക്. അപ്പോൾ ഇതൊരു ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം നിലനിന്നിരുന്നതല്ല. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാം പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ, ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ അവരുടെ നാട്ടിലോട്ട് കടത്തിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം നടന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടുകളിലേക്ക് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമാക്കാർ, അത് ഓർത്ത് വെക്കണേ ആ പോയിന്റ്, റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായിരുന്നു പ്രധാനമായിട്ടും കൈമാറ്റം ആരൊക്കെയാണ്? റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യ, ജൂതർ
എന്നിവരൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ടും സാധന കൈമാറ്റങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോർച്ചുഗീസ് സഞ്ചാരി ആരാ ഇന്ത്യയിലെത്തിയ വാസ്കോഡ ഗാമയെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ പോർച്ചുഗീസ് സഞ്ചാരിയാണ് വാസ്കോഡ ഗാമ. അപ്പോൾ തിരിച്ച് യൂറോപ്പിലേക്ക് പോയപ്പം അദ്ദേഹത്തിൻ്റെ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്ക് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പം രേഖകളിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാവുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായി കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട. അപ്പോൾ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട. അപ്പോൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് വിദേശികൾ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങനെ ഇന്ത്യയിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താ? കറുത്ത പൊന്ന്. എന്താ കറുത്ത പൊന്നെന്ന് പറഞ്ഞാൽ? കുരുമുളക്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. കുരുമുളകിനെ കറുത്ത പൊന്നെന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നെ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു പല വിഭവങ്ങളും അതിൻ്റെ ജന്മദേശങ്ങളെക്കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ പേരക്കയെ കുറിച്ച് പറയുന്നുണ്ട്. പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ ആണ്. അപ്പോൾ ഉഷ്ണമേഖലയിലെ ആപ്പിൾ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്. വിറ്റാമിൻ എ, ബി, സി എന്നിവ പേരക്കയിലുണ്ട്. ഈ ഒരു കോളം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. പേരക്കയുടെ ജന്മദേശവും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും. ഇപ്പോൾ ജന്മദേശം എവിടെയാണ്? പേരക്ക, മെക്സിക്കോ. ഉഷ്ണമേഖലയിൽ നിന്നാണ് വന്നത്. വിറ്റാമിൻ എ, ബി, സിയുടെ കലവറയാണ്. പോർച്ചുഗീസുകാരാണ് പേരക്കേനെ കൊണ്ടുവന്നത്. പേരക്ക പോർച്ചുഗീസ്. മെക്സിക്കോയിലാണ് ജന്മദേശം. അതുപോലെ കുറച്ച് ഭക്ഷ്യവിഭവങ്ങൾ കൊടുത്തിട്ട് ഇതിൻ്റെ ജന്മദേശവും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മാമ്പഴത്തിൻ്റെ ജന്മദേശം ഇന്ത്യ, ഏലം ഇന്ത്യ, പരുത്തി, കുരുമുളക് ഇവയൊക്കെ ഇന്ത്യയാണ്. അതുപോലെ ഉരുളക്കിഴങ്ങ് പെറു, കൊക്കോ അമേരിക്ക, കശുമാവ് ബ്രസീൽ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ ഒരു PDF ക്ലാസ്സിന് ശേഷം നോക്കിയിട്ട് അയച്ചു തരാം. മരച്ചീനി ബ്രസീൽ, റബ്ബർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. വാനില മെക്സിക്കോ, പപ്പായ മെക്സിക്കോ, ചോളം മെക്സിക്കോ, ഒരുപാട് സാധനങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ SCERTയിൽ പ്രധാനപ്പെട്ട എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, കാപ്പി ഇവയെല്ലാം എവിടുന്ന? അമേരിക്കയുടെ പ്രൊഡക്റ്റ് ആണെന്നാണ്. അമേരിക്കയാണ് ഇതിൻ്റെയൊക്കെ ജന്മദേശം എന്നാണ് SCERT പ്രകാരം പറയുന്നത്. ഏതൊക്കെയാണ്? കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, കാപ്പി ഇവയുടെ എല്ലാം ജന്മദേശം അമേരിക്കയാണെന്നാണ് SCERT പുസ്തകത്തിൽ പറയുന്നത്. പിന്നെ കേബേജിൻ്റെത് യൂറോപ്പ് ആണെന്നാണ് പറയുന്നത്. ഈ പാഠപുസ്തകത്തിൽ പറയുന്നില്ല, അത് വേറെ ചാപ്റ്ററുകളിലായിട്ടാണ് അത് പറയുന്നത്. പിന്നെ പറയുന്നത് അടുത്ത ടോപ്പിക്ക് ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിട്ടുണ്ട്. പണ്ടുതൊട്ടേ അതങ്ങനെയാണല്ലേ. ഭക്ഷണത്തിൻ്റെ പേരിൽ പല വിവേചനങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നില്ലേ? ജാതീയമായ പല വിവേചനങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാക്കി. അപ്പോൾ എന്താ? ജാതീയമായിട്ടും ഭക്ഷണപരമായിട്ടും ഒക്കെ പലതരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ എന്താ? ശബ്ദം ഉയർത്തണമല്ലോ. അപ്പോൾ ആരാ വന്നത്? സഹോദരൻ അയ്യപ്പൻ. സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എവിടെ? എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല ചാപ്റ്ററുകളിലായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള ജാതീയമായ പ്രശ്നങ്ങൾ കൊണ്ടും ഭക്ഷണപരമായ വിവേചനങ്ങൾ കൊണ്ടുമൊക്കെ ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനുവേണ്ടി സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ ഇതിനെതിരെ മുന്നോട്ട് വരികയാണ്. അപ്പോൾ എറണാകുളത്തുള്ള ചെറായിൽ വെച്ച് മിശ്രഭോജനം നടത്തുകയാണ്. മിശ്രഭോജനം അതായത് എല്ലാവർക്കും, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാം. ഇതാ മിശ്രഭോജനത്തിന് കൊടുത്തിട്ടുണ്ട്. 1917 മെയ് 29. ആ വർഷം ഓർത്ത് വെക്കുക, ഡേറ്റ് ഓർത്ത് വെക്കുക. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എവിടെ നമ്മൾ സ്ഥലം പറഞ്ഞേ? എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ എന്തിനെതിരെയാണ്? അവർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല, ആ ഒരു അനുമതി നിഷേധിച്ചതിനെതിരെയാണ് ഈ ഒരു മിശ്രഭോജനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതുകൊണ്ട് തന്നെ
ശക്തമായിട്ടുള്ള എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. പണ്ടുകാലത്ത് വളരെയധികം സാമൂഹികപരമായ അസമത്വങ്ങൾ, പണ്ടുകാലത്ത് മാത്രമല്ല ഇന്നും ഒരു തരത്തിലുണ്ട് അല്ലേ. പണ്ടുകാലത്ത് വളരെ അധികമായിട്ട് നിലനിന്നിരുന്നു. ഇന്ന് വീണ്ടും അത് തിരിച്ചു വരുന്നൊരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിനൊക്കെ കാരണമായിട്ടുള്ളത്. പിന്നെ പറയുന്നത് പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. കുറച്ച് വാർത്താ തലക്കെട്ടുകൾ നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുന്നു. വിശന്ന് കരയുന്ന കുട്ടികൾക്ക് സിറിയയിലെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഉക്രൈനിലെ യുദ്ധത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഗോള ഭക്ഷ്യ പ്രതിസന്ധിയെക്കുറിച്ച്, പിന്നെ വരൾച്ച, സൊമാലിയയിലെ വരൾച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ്, സിറിയയിലെ പട്ടിണിയെക്കുറിച്ച് പറയുന്നു, ഉക്രൈനിലെ യുദ്ധം കാരണം പട്ടിണിയാവുന്നു, അതുപോലെ സൊമാലിയയിൽ വരൾച്ച കാരണം ഭക്ഷണം ഇല്ലാണ്ട് പട്ടിണിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്താ തലക്കെട്ടുകളിൽ നിന്ന് കിട്ടുന്നത്. ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഉണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ ലോകത്ത് ഉണ്ട്. ഇപ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം, യുദ്ധം, തൊഴിലില്ലായ്മ, അതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ദാരിദ്ര്യങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയമാണല്ലേ. അപ്പോൾ യുദ്ധങ്ങളൊക്കെ കാരണം എത്ര ഭക്ഷ്യക്ഷാമം, എത്ര കുടുംബങ്ങൾക്കാണ് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, തൊഴിലില്ലായ്മ, ഇതൊക്കെ കൊണ്ടാണ് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ ബംഗാളിലുണ്ടായിരുന്ന ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ചാണ് അടുത്തൊരു പോയിന്റ് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തിലെ കാര്യമാണ് കേട്ടോ. അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാകുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ സാമ്പത്തികമായിട്ട് ഒരുപാട് ചൂഷണം ചെയ്തിരുന്നു. അപ്പം അത് നമ്മുടെ നാട്ടിലെന്താ ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി. അതുകൊണ്ട് നിരവധി പേർ മരണപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇവർ ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തിനെ കുറിച്ച് പറയുന്നത്. 1943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായത്. ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം അവിടെ കൃഷിയായിരുന്നു. കൃഷി ചെയ്തിട്ടായിരുന്നു ജനങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ബംഗാളിൽ. അപ്പോൾ അവിടെ ശക്തമായൊരു കൊടുങ്കാറ്റ് വരുന്നു, ചുഴലിക്കാറ്റ് വരുന്നു, നെൽകൃഷിയൊക്കെ വ്യാപകമായി നശിച്ചു പോകുന്നു. ഇതിനെ തുടർന്ന് ഭക്ഷ്യക്ഷാമം ഉണ്ടായി. അപ്പോൾ ഈ ക്ഷാമകാലത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട്. 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ബംഗാളിലെ ക്ഷാമപ്രദേശത്തെ ഒരു ജനങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് വരാം. പിന്നെ സാമ്പത്തിക വിതരണത്തിനുള്ള അസമത്വമാണ് പട്ടിണിയുടെ മറ്റൊരു കാരണം. അതായത് സമ്പത്തുള്ളവൻ്റെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞു കൂടുകയാണ് അല്ലേ, ഇല്ലാത്തവൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ സാമ്പത്തിക വിതരണത്തിനുള്ള അസമത്വം അത് പട്ടിണിയുടെ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇവിടെ എല്ലാവർക്കും സമ്പത്ത് തുല്യമായിട്ടല്ല വിതരണം ചെയ്തിട്ടുള്ളത്, തുല്യമായിട്ടല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതായത് ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്നു, മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നു. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 നമ്മൾ പഠിച്ചായിരുന്നു ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നു. എന്തിനാണ് ലോക ഭക്ഷ്യദിനം? എൻ്റെ പ്രത്യേകത എന്താണ്? ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക, അതാണ് അതിൻ്റെ ലക്ഷ്യം. ലോക ഭക്ഷ്യദിനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, അതുപോലെ എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് എന്തുണ്ട്, നമ്മുടെ കേരളം മാതൃകയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനായിട്ട് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് കുടുംബശ്രീ മിഷന് കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എപ്പോഴാണ്? 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. അപ്പം ഇത് എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ഒന്ന് മാർക്ക് ചെയ്തേക്കാം.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശക്തമായിട്ടുള്ള ഒരു പൊതുവിതരണ സംവിധാനം ഈ ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. അപ്പോൾ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 ഇനി 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക, അതാണ്. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. അപ്പോൾ അതെന്താ? പുല്ലുവർഗത്തിലാണ്. പിന്നെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജോവർ, റാഗി, വരക്, തിന. ഇത്രയും ചെറുധാന്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തു വെക്കുക. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. എന്തൊക്കെയാണ്? ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് പോഷകസമൃദ്ധമായ ഭക്ഷണം ചെറുധാന്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നു. പിന്നെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട് ചെറുധാന്യങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത്. റാഗി, മണിച്ചോളം അഥവാ ജോവർ എന്ന് പറയും. മണിച്ചോളത്തിനാണ് ജോവർ എന്ന് പറയുന്നത്. പിന്നെ ബാർലി, പിന്നെ പറയുന്നത് വരക്, ബജ്റ, തിന. ഇത്രയും എക്സാമ്പിളുകൾ ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിനെ കുറിച്ച് പഠിച്ചു. ഭക്ഷ്യസുരക്ഷാ നിയമം, പിന്നെ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിനെ കുറിച്ച് നോക്കി. പിന്നെ കേരളത്തിലെ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന കുടുംബശ്രീ മിഷൻ എന്നുള്ള പദ്ധതിയെ കുറിച്ച് നോക്കി. പിന്നെ കാലാവസ്ഥ, യുദ്ധം, തൊഴിലില്ലായ്മയൊക്കെ കൊണ്ടാണ് പട്ടിണി ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിന് മുന്നേ പറഞ്ഞത് മിശ്രഭോജനത്തെക്കുറിച്ച്. 1917 മെയ് 29 എറണാകുളത്തെ ചെറായിൽ വെച്ച് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജാതീയപരമായ അസമത്വങ്ങളിൽ നിന്ന് പൊരുതി മുന്നേറാൻ വേണ്ടിയിട്ടായിരുന്നു മിശ്രഭോജനം നടത്തിയത്. പിന്നെ ഓരോ കാർഷിക വിളകളും അതിൻ്റെ ജന്മദേശങ്ങളും. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, കാപ്പി ഇതൊക്കെ അമേരിക്കയിലാണ്. കാബേജ് യൂറോപ്പിലാണ് അതിൻ്റെ ജന്മദേശം. ടെക്സ്റ്റ് ബുക്കിൽ പേരക്കയുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കിയേക്കുക. മെക്സിക്കോയിലാണ് ജന്മദേശം എന്നുള്ളത്. പിന്നെ കറുത്ത പൊന്നു കുരുമുളകാണ്. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പോർച്ചുഗീസുകാർ വാസ്കോഡ ഗാമ ഇവിടെ വന്നത് എന്തിനാണെന്നും ഇവിടുന്ന് എന്തൊക്കെ കൊണ്ടുപോയി, എത്ര കൊണ്ടുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ബാർട്ടർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. കൈമാറ്റ സമ്പ്രദായം, ബാർട്ടർ സിസ്റ്റം. ഓരോ പ്രദേശത്തുള്ള ആൾ, തീരപ്രദേശത്തുള്ള ആളൊക്കെ മത്സ്യം കൊടുത്തു, വനപ്രദേശത്തുള്ള ആൾ വനവിഭവങ്ങൾ കൈമാറി, സമതലങ്ങളിലുള്ളവർ കാർഷിക വിഭവങ്ങൾ കൈമാറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ധാന്യപുര പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. സിന്ധു നദിയുടെ സംസ്കാരം നിലവിൽ വന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ഇതാണ് ധാന്യപുര എന്ന് പറയുന്നത്. സിന്ധു നദീതടം അഥവാ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഒരു അടയാളമായിട്ട് ധാന്യപുരേനെ പറയുന്നുണ്ട്. പിന്നെ മൺകലം, മൺപാത്ര നിർമ്മാണത്തിനെക്കുറിച്ച്, കാർഷികോപകരണങ്ങളെക്കുറിച്ച്, അവർ താമസിക്കുന്ന ഭക്ഷ്യോൽപാദനം, അവരൊരു സ്ഥലത്ത് താമസം ആരംഭിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയതിനെക്കുറിച്ച്, പ്രധാനപ്പെട്ട കൃഷികൾ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതിനൊക്കെ കുറിച്ച് പറഞ്ഞു. പിന്നെ തുടങ്ങിയത് എവിടെ നിന്നാണ്? തീ ഉൽപ്പാദനം കഴിഞ്ഞു. നമ്മുടെ ചാപ്റ്റർ നമ്മൾ മൊത്തമായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു PDF ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, PSC യാത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുവാണെങ്കിൽ. അതിൻ്റെ അകത്ത് ഞാൻ ഈ നോട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം.